പൂച്ചക്കിന് മൂക്കുത്തി ശരിക്കും ഞങ്ങൾ ഈ തിരനോട്ടത്തിൻ്റെ ഇത് നടക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് പ്രിയൻ്റെ ഒരു ചെറിയൊരു ഇത് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ അടുത്ത് നമുക്ക് എപ്പോഴെങ്കിലും ചെയ്യാം. ഞാൻ അത് എപ്പോഴെങ്കിലും നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഞങ്ങൾ പിന്നെ പോയത് വേറൊരു തമിഴ് പടത്തിലേക്കാണ് പോയത്. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇത് ഫസ്റ്റ് കോപ്പിയാക്കി ഈ പടമൊക്കെ തീർത്ത് തിരനോട്ടം തീർത്തിട്ട് തിരിച്ച് ട്രിവാൻഡ്രത്ത് വന്ന് വീണ്ടും ഞങ്ങൾ കോഫി ഹൗസാണ് ഞങ്ങളുടെ ഒത്തുകൂടലിൽ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശരി ഒരു തമിഴ് സിനിമ എടുക്കാമെന്ന്. തമിഴ് സിനിമയെക്കുറിച്ച് അത് അശോക് കൊണ്ടുവന്ന ഒരു പ്രപ്പോസലാണ്. അശോകിന് തമിഴ് സിനിമ എന്താണെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തമിഴ് സിനിമയിൽ നമ്മൾ തമിഴ് പേപ്പർ പോലും കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് പ്രിയൻ്റെ ഒരു കഥയുണ്ട്. അതിൻ്റെ അകത്ത് നല്ലൊരു തീം. അപ്പോൾ ആ കഥ വെച്ച് ഒരു സിനിമ ചെയ്യാം എന്നും പറഞ്ഞിട്ട് അപ്പോൾ അശോക് പറഞ്ഞതെന്ന് വെച്ചാൽ ബാബു ചേട്ടൻ രാജീവ് നാഥിൻ്റെ ഫ്രണ്ടാണ് വിജയൻ എന്ന് പറഞ്ഞ പഴയ നടൻ. അപ്പോൾ വിജയനെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാം. അപ്പോൾ വിജയനെ കാണാനായിട്ട് ഞങ്ങൾ മദ്രാസിൽ പോന്നു. അദ്ദേഹം ഡേറ്റ് തരാമെന്ന് പറഞ്ഞു കഥ കേട്ടിട്ട്. അങ്ങനെ അഡ്വാൻസും കൊടുത്ത് തിരിച്ചു പോരുന്നു. അപ്പം എന്നെ പിടിച്ചങ്ങ് പ്രൊഡ്യൂസറാക്കി. നമ്മൾ വലിയ കോടീശ്വരൻ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ബ്രദർ MRC മേനോൻ, അദ്ദേഹം ഇപ്പോൾ എല്ലാം മരിച്ചുപോയി. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങളൊരു ദിവസം എറണാകുളത്ത് ഇതിൻ്റെ കാര്യത്തിന് ചോദിച്ചാൽ എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞു. അപ്പോൾ അവിടെ ഞങ്ങൾ പോയ കൊച്ചിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ കൊച്ചിൻ പറഞ്ഞ് കുറച്ച് പൈസയൊക്കെ ഞാനും തരാം എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം അപ്പം അശോക് പറയണമെന്ന് വെച്ചാൽ ഇത് റെക്കോർഡിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആൾക്കാർ ഇങ്ങനെ ഒന്ന് പറിച്ച് എടുത്തോണ്ടോ വാങ്ങിക്കൊണ്ട് വന്നൊക്കെ പറഞ്ഞു. കരയെ തൊടാതെ അലയുക. അങ്ങനെ ഈ പടത്തിൻ്റെ കാര്യങ്ങളായി ഞങ്ങൾ പിന്നെ ദിവസവും ട്രിപ്പ് അങ്ങോട്ടാണ്. ഞങ്ങൾ പോകുമ്പോൾ ഈ ഒരുമിച്ചാണ് എല്ലാവരും കൂടെ പോകുന്നത്. ഈ കരയെ തൊടാതെ അലയെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഈ സിനിമയുടെ പേര് ഇന്നതായിരിക്കണം എന്നൊക്കെ ചിന്തിച്ചു? അല്ല, അതിൻ്റെ അകത്ത് പ്രിയൻ സ്ക്രിപ്റ്റ് എഴുതി ഒരു മുത്തുഭാരതി എന്നും പറഞ്ഞ അവിടുത്തെ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ട്. അയാളാണ് ഇത് വന്നിരുന്ന് എൻ്റെ വീട്ടിൽ വന്നിരുന്ന് താമസിച്ച് അവിടെ ഇരുന്ന് അന്ന് ഹോട്ടലൊന്നും അവിടെ വന്നിരുന്ന് സ്ക്രിപ്റ്റൊക്കെ എഴുതി. അങ്ങനെ ഇത് അയാൾ തന്നെയാണ് ഇതിനൊരു പേരൊക്കെ ഇട്ട് ഇതിൻ്റെ റെക്കോർഡിങ് ഒരു 1980 ചിങ്ങമാസം 1-ാം തീയതി ഓഗസ്റ്റ് 17 ഇതിൻ്റെ റെക്കോർഡിങ് വെച്ചിരിക്കുകയാണ്. റെക്കോർഡിങ് ഒക്കെ ഒന്ന് രാവിലെ പോയി റെക്കോർഡിങ് ഒക്കെ നടത്തുന്നു. ഞങ്ങൾ അതിൻ്റെ തൊട്ട് ഒരു 3 ദിവസം മുമ്പാണ് മഞ്ഞൾ വിരിഞ്ഞ പൂക്കളുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ലാലിൻ്റെ കാലൊക്കെ ഓടിഞ്ഞത്. ഒരു ബൈക്കിൻ്റെ പുറകെ പോയിട്ട് പറ്റിയതാണ്. അപ്പോൾ ഈ ലാല് മറ്റേ വടിയും കുത്തി വന്ന് നമ്മുടെ അവിടെ ഇരിക്കുക. ഇവിടെ റെക്കോർഡിങ് നടക്കുന്നത് നല്ല പാട്ടുകളായിരുന്നു. രവീന്ദ്ര മാഷ് മ്യൂസിക്, മറ്റേ ഗംഗ അമരനാണ് എൻ്റെ പാട്ടൊക്കെ എഴുതി. ഈ മുത്തുഭാരതി എന്ന് പറഞ്ഞ ആളൊക്കെ പാട്ട് എഴുതി. ഈ പാട്ട് എഴുതി നമ്മൾ രാവിലെ എല്ലാവരും പൂജയ്ക്ക് വരുന്ന ഞാൻ നോക്കിയിട്ട് ഒരാളെ പോലും കാണില്ല. സേലത്തുനിന്ന് വരും, മറ്റേ കൃഷ്ണഗിരിയിൽ നിന്ന് വരും, രാമനാഥിൽ നിന്ന് വരും, മധുരയിൽ നിന്ന് വരുന്ന ഒരാളെ കണ്ടില്ല. ഞങ്ങൾ 5-6 പേരുണ്ട്. അവസാനം എന്താ ഈ ഞങ്ങൾ പോയി അവസാനം ഒരു ഫൈനാൻസറൊക്കെ കണ്ട് അയാൾ കുറേ പൈസ തരാമെന്ന്. അയാൾ പറഞ്ഞു നിങ്ങൾ കുറച്ച് കാശും കൂടെ കൊണ്ടുവന്ന് എൻ്റെ എത്താം, അപ്പം ഞങ്ങൾ ബാക്കി പൈസ തരാമെന്ന്. അങ്ങനെ പോയി കുറേ കാശും കൂടെ കൊണ്ടുവന്ന് അയാളുടെ കൊടുത്തു. ഇയാൾ ലാസ്റ്റ് മൊമെൻറ്റ് ഷൂട്ടിങ്ങിന് എല്ലാവരും പോയി ഷൂട്ടിങ്ങിന് പോക്കോന്ന് പറഞ്ഞ് എല്ലാ ഷൂട്ടിങ്ങിന് ഇവിടെ ആൾക്കാർ വരുന്നു, യൂണിറ്റ് പോകുന്നു, എല്ലാം റെഡിയായി. അപ്പോൾ അവിടുന്ന് ആൾക്കാർ പോകും. അപ്പം പോകുന്നതിൻ്റെ അന്ന് പൈസ തരാമെന്നാണ് ഫൈനാൻസർ പറഞ്ഞു. അയാളുടെ പേര് നാഗരാജൻ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ പോകുന്നതിന് വൈകിട്ടായപ്പോഴത്തേക്ക് ഇയാൾ വിളിച്ചു പറയാണ് അത് നിങ്ങൾ ഷൂട്ടിങ് മാറ്റി വെച്ചിടുங்க, ഇപ്പോൾ നടക്കാതെ. അയ്യോ, ഇന്ന് വൈകിട്ട് 6 മണിക്ക് 4 മണിക്കാണ് വിളിച്ചു പറയുന്നത്. 6 മണിക്ക് യൂണിറ്റ് കംപ്ലീറ്റ് എല്ലാവരും പോകണം. നമ്മളെങ്ങനെ എന്താവും, നമ്മൾ തകർന്നു പോവല്ലേ. പൈസയും പോയി, എല്ലാം പോയി. ആകെ നമ്മൾ വല്ലാത്തൊരു അവസ്ഥ, ഒറ്റപ്പെട്ടു. ഞാൻ ആ സമയത്ത് ലാല് വേറെ ഷൂട്ടിംഗ് കണ്ട് അശോക് ഫ്ലൈറ്റ് കയറിങ് വന്ന് പ്രിയ വന്ന് എല്ലാവരും വന്ന് ഞാൻ ഒറ്റയ്ക്ക് സ്വാമി ശിവാജി ഒന്ന് ആലോചിച്ചു. നമ്മുടെ പ്രായം അത് ദൈവാധീനം എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. വേറെ വല്ലവരും ആണെങ്കിൽ ആ സമയത്ത് പോയി വേറെ ആത്മഹത്യ ചെയ്യാനേ പറ്റുള്ളൂ. അത്ര വല്ലാത്ത സിറ്റുവേഷൻ ആയിട്ട്. അതാണ് പറഞ്ഞത്, അതുപോലെ ആയിപ്പോയി. കരയെ തൊടാതെ ഇത് കര തൊട്ടുമില്ല, നമ്മൾ വെള്ളത്തിൽ ആയിപ്പോയി. വീട്ടുകാരെങ്ങനെ കൊച്ചച്ഛൻ കുറച്ച് പൈസ തന്നു, അപ്പോൾ വീട്ടുകാരെങ്ങനെ കൺവിൻസ് ചെയ്തു? അല്ല, തിരിച്ച് ഞാൻ അവിടെ നിന്നിട്ട് എനിക്ക് ഒരു രക്ഷയില്ലാതായി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സംസാരത്തിൽ നിന്നൊക്കെ അന്ന് ട്രങ്ക് കോളാണ്. ഇവിടുന്ന് വിളിച്ച് മറ്റേ STD ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. ട്രങ്ക് കോൾ വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ ശബ്ദത്തിൽ നിന്ന് അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ വല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് അപ്പോൾ എൻ്റെ ഈ അമ്മാവൻ, അദ്ദേഹം ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടറാണ്, ഡോക്ടർ സുകുമാരൻ. അപ്പോൾ അമ്മാവനെ വിളിച്ച് അമ്മ പറഞ്ഞു എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ അമ്മാവൻ എന്നെ അന്വേഷിച്ചത്, ഞാൻ അമ്മാവൻ്റെ മുമ്പിൽ ഇതായി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇനി ഇവിടെ നിൽക്കണ്ട, പൈസ പോയതൊക്കെ പോയി, അതെല്ലാം പിന്നെ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് എന്നെ കയറ്റി ഇങ്ങ് വിട്ടു. അമ്മാവനടുത്ത് ബില്ലൊക്കെ ക്ലിയർ ചെയ്ത് എന്നെ ഇവിടെ കയറ്റി വിട്ട് ഭയങ്കര ഷോക്കായി. വീട്ടിലൊക്കെ എല്ലാവരുടെയും മുഖത്ത് നോക്കും. പ്രൊഡ്യൂസറായിട്ട് പ്രൊഡ്യൂസറുടെ കുപ്പായം തപ്പിച്ച് പോയാണ് തിരിച്ച് അത്തപ്പാടിയായിട്ട് ഒന്നും നടക്കാതെ തിരിച്ചു. അപ്പോൾ ഇവിടെ വന്ന് കയറിയപ്പോഴത്തേക്ക് ഞാൻ അച്ഛനെ പോയി കണ്ടത് ഞാനങ്ങ് കരഞ്ഞു. അപ്പം അച്ഛന് നമ്മുടെ സ്ഥിരം ചുമ്മാ ഇരുന്ന് മോങ്ങാതടാ. അപ്പോൾ എനിക്ക് അച്ഛൻ പറഞ്ഞതെന്ന് വെച്ചാൽ പോയത് പൈസയല്ലേ, ഇപ്പം അതൊക്കെ ഉണ്ടാക്കാം, അതൊരു വലിയ സപ്പോർട്ടാണ്, ഭയങ്കര കോൺഫിഡൻസ്. അച്ഛനും അമ്മയും വേറെ ഏത് അച്ഛനും അമ്മയാണെങ്കിലും എൻ്റെ അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ അന്ന് എൻ്റെ ചേട്ടൻ IAS-ൻ്റെ ഇത് സെലക്ഷൻ കിട്ടി, ഇൻ്റർവ്യൂ കഴിഞ്ഞ് IAS-ന് കിട്ടി. ആ സമയത്താണ് ഞാനിവിടെ അല്ല തീർച്ചയായിട്ടും ഒരു സാധാരണ പേരൻസ് ആണെങ്കിൽ കമ്പയർ ചെയ്യും. അതിൻ്റെ തൊട്ടടുത്ത് എൻ്റെ ചേച്ചിയുടെ കല്യാണം വരുന്നു. ചേച്ചിയുടെ ആഭരണങ്ങളൊക്കെ കൊണ്ട് ഞാൻ പണയം വെച്ച് പൈസ എടുത്ത് അതും പോയി. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയം ഒരു അച്ഛൻ അപ്പം ചേച്ചിയൊക്കെ നന്നായിട്ട് പഠിച്ച് ചേച്ചിക്ക് ജോലി ആയപ്പോഴത്തേക്ക് ലെക്ചറായിട്ട് കിട്ടി. നമ്മൾ ഈ ഗതിയായി ആലോചിച്ച് നോക്കാം. നമ്മൾ വീട്ടിൽ വന്ന് കയറുമ്പോഴത്തേക്ക് അന്ന് അച്ഛൻ ആ വാക്ക് പറഞ്ഞില്ലായിരുന്നു, ഇത് പോട്ടടാ, ഇത് വീണ്ടും ഉണ്ടാക്കാം, ഇതിനൊന്നും കഷ്ടപ്പെട്ട കാര്യമില്ല. അച്ഛൻ എൻ്റെ അടുത്ത് ഒരിക്കലും പറഞ്ഞിട്ടില്ല നീ പോയി IPS-ന് പഠി, എൻ്റെ ചേട്ടനെ കണ്ടുപടി, അല്ലെങ്കിൽ ചേച്ചിയെ കണ്ടുപടി, അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അച്ഛൻ നോക്കിയതെന്ന് വെച്ചാൽ ഇവൻ്റെ ഇത് സിനിമയായിരിക്കും, അവൻ അതിൽ ഇത് ചെയ്യട്ടെ എന്ന്. അതുകൊണ്ടാണ് സുരേഷ് ഏട്ടനും നല്ലൊരു അച്ഛനാവാൻ പറ്റും. കിറ്റിയും രേവും പറയും, ഞങ്ങളെ ഒരിക്കലും വഴക്ക് പറഞ്ഞിട്ടില്ല, ഞങ്ങളെ ഒരിക്കലും അടിച്ചിട്ടില്ല, ഞങ്ങളോടൊരു നോ പറയാത്ത അച്ഛൻ. അതല്ല, അത് പറയാറില്ല. അത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ. നമുക്ക് നമ്മുടെ അച്ഛൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അമ്മ സപ്പോർട്ട് ചെയ്യുക, പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട, എങ്ങനെ വേണോ നമ്മൾ പിടിച്ചു കയറി വരും.